അടക്കമുള്ളവ റോഡിൽ കുടുങ്ങി. വ്യാപകമായി വാഹനങ്ങൾ തടഞ്ഞ് ഹർത്താൽ അനുകൂലികൾ. ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും ബന്ദായി മാറുന്നു. ഹർത്താൽ അനുകൂലികൾ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും വാഹനങ്ങൾ തടയുകയാണ്. ഇതോടെ ജനം പെരുവഴിയിലായി. ആംബുലൻസ് ഉൾപ്പെടെ തടഞ്ഞാണ് പ്രതിഷേധം. നിതിൻ രാജിന്റെ മരണത്തിൽ നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് ആക്ഷൻ കൗൺസിലും ദളിത് സംഘടനകളും ഇന്ന് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഹർത്താൽ നടത്തുന്നത്. കണ്ണൂർ പഴയങ്ങാടി ടൗണിലും എറണാകുളത്തും തിരുവല്ലയിലും വാഹനങ്ങൾ തടയുന്നുണ്ട്. സമരാനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞതോടെ കോട്ടയം തിരുനക്കരയിൽ ആംബുലൻസ് അടക്കമുള്ളവ കുടുങ്ങി. വിനോദ് ഭട്ടതിരിപ്പാടിന്റെ വീട്ടിലെ മോഷണം. കുപ്രസിദ്ധ മോഷ്ടാവ് ഡോളർ അനിൽ പിടിയിൽ. സൈബർ വിദഗ്ധൻ പി വിനോദ് ഭട്ടതിരിപ്പാടിന്റെ വീട്ടിൽ മോഷണം നടത്തിയ കേസിലെ പ്രതി പിടിയിൽ. കുപ്രസിദ്ധ മോഷ്ടാവ് ഡോളർ അനിലിനെ തമിഴ്നാട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. ടൗൺ ക്രൈം സ്ക്വാഡാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. 1 മാസത്തിന് ശേഷമാണ് പ്രതി വലയിലാവുന്നത്. കോഴിക്കോട് അഴകൊടി ക്ഷേത്രത്തിന് സമീപം പൊൽപ്പായ മനയിലായിരുന്നു കവർച്ച നടന്നത്. 18.5 പവൻ ആഭരണമായിരുന്നു നഷ്ടപ്പെട്ടത്. വീടിന്റെ മുൻഭാഗത്തെ വാതിൽപൂട്ട് പൊളിച്ച് മുകൾ നിലയിലെ അലമാരയിൽ സൂക്ഷിച്ച ആഭരണങ്ങളായിരുന്നു നഷ്ടപ്പെട്ടത്. കാട്ടാന ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം. മലപ്പുറം കരുവാക്കുണ്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി മരിച്ചു. മുള്ളറ സ്വദേശി ജംഷീറാണ് മരിച്ചത്. റബ്ബർ ടാപ്പിംഗിനിടെ ജംഷീറിനെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. ഇന്ന് രാവിലെയോടെയാണ് സംഭവം. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജംഷീറിനെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. സൂര്യതപമേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഇടവ വെൺകുള സ്വദേശി ഷൈനാണ് മരിച്ചത്. വെൽഡിംഗ് തൊഴിലാളിയായ ഷൈൻ കഴിഞ്ഞ 18-ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ആദ്യം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലായിരുന്നു. പിന്നീടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ജയിലുകളിലെ കസ്റ്റഡി മർദ്ദനങ്ങൾക്കെതിരായ നിയമ പോരാട്ടങ്ങളിൽ ഭരണകൂട സംവിധാനങ്ങളുടെ പിന്തുണ ലഭിക്കുന്നില്ല. വിയ്യൂരിൽ മർദ്ദനമേറ്റ തടവുകാരുടെ വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകിയിട്ടും ഒരു നടപടികളും ഉണ്ടായില്ലെന്ന് ജസ്റ്റിസ് ഫോർ പ്രിസണേഴ്സ് ആരോപിച്ചു. ജയിലുകളിലെ CCTV ക്യാമറകൾ പ്രവർത്തിക്കാത്തതിൽ തുടർ നടപടി എടുക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. കഴിഞ്ഞ നവംബർ 13-നാണ് വിയ്യൂർ അതിസുരക്ഷാ ജയിലിൽ മാവോയിസ്റ്റ് തടവുകാരനായ മനോജിനും NIA തടവുകാരനായ അസറുദ്ദീനും മർദ്ദനമേറ്റത്. വിയ്യൂരിലെ അതിക്രമത്തിൽ പല വേദികളിൽ പരാതി നൽകിയിട്ടും തുടർ നടപടികൾ ഇഴയുകയാണെന്ന് തടവുകാരുടെ മനുഷ്യാവകാശങ്ങൾക്കായി നിലകൊള്ളുന്ന ജസ്റ്റിസ് ഫോർ പ്രിസണേഴ്സ് ആരോപിക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ പോലും പരാതികളിൽ നിശബ്ദത പാലിക്കുകയാണെന്നും സംഘടന ആരോപിക്കുന്നു.